ക്യാൻസർ പോലെയുള്ള ഒരു രോഗത്തിന് അതിജീവിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാൻസർ സർവൈവർ എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ ഒരു ജേർണി എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആൻഡ് ഡിഫിക്കൾട്ടാണ്. എങ്ങനെയാണ് ആ ഒരു ജേർണി മാം ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ദർ ഈസ് എ കറക്ഷൻ. സർവൈവർ ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഐ എം എ ഫൈറ്റർ. ലൈക്ക് എഗെയിൻ ഒരു റീഒക്കറൻസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഈസ് ഗോയിങ് ഓൺ. ജേർണി ഈസ് ലൈക്ക് പാടായിരുന്നു. എന്നുവെച്ചാൽ നടന്നു വന്നതല്ല, ഞാൻ പറയും, ഞാൻ നടന്നു വന്നതല്ല, നീന്തി തന്നെ കിടന്നാണ്. കാരണം ഇത് ഇറ്റ്സ് എ പെയിൻഫുൾ പാത്ത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരെ എത്താനായിട്ട്. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ക്യാൻസർ വരുമോ, ലൈക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു വാർത്ത അറിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ ആണെന്ന് അറിയുന്നവരുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ടൈം ഹാൻഡിൽ ചെയ്തത്? അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ലൈക്ക് എല്ലാവരും പോലെ ഞാനും ഡിപ്രസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന, എൻ്റെ ബ്രെയിനിലേക്ക് അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാനത് ക്യാൻസർ അല്ല എന്ന് തർക്കിച്ചൊരു വ്യക്തിയായിരുന്നു. കാരണം മൈ ലൈഫ് സ്റ്റൈൽ വാസ് ലൈക്ക് ദാറ്റ്. എന്നുവെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു ഡാൻസറായിരുന്നു. അപ്പോൾ നമ്മൾ ആ റുട്ടീൻ എറോബിക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിത്തുണ്ടല്ലോ, ലൈക്ക് അങ്ങനെ ഒരു എക്സസൈസ് അങ്ങനെ വരുമ്പോൾ ക്യാൻസർ വരില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. സോ ഞാനും അങ്ങനെ അതിൽ വിശ്വസിച്ചിരുന്നു. ലാസ്റ്റ് മൂമെൻറ്റ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നവരെ ഞാൻ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മേ ബി മൈ ബാഡ് ലക്ക്. ഇപ്പോൾ വരുന്ന കുട്ടികളോട് പറയാനായിട്ട് എന്താ വെച്ചാൽ, എന്താ പറയുക, ക്യാൻസർ എന്ന് പറയുന്നതും എല്ലാവരും ഇതുപോലെ തന്നെയാണ്. പിന്നെ ഈ സമൂഹത്തിനുണ്ടാവുന്നൊരു ഭയമാണത്. അല്ലാണ്ട് ക്യാൻസറിനെക്കാട്ടും എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കീപ്പ് ഓൺ ചെയ്തിട്ടിരിക്കണം. ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഹാർഡ്ലി ഒരു 1.5 years ആയിരിക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ റുട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ പണ്ടത്തെ പോലെ പേടിക്കേണ്ട അതൊന്നുമില്ല. നമുക്ക് മെഡിക്കൽ സയൻസൊക്കെ ഒരുപാട് വളർന്നല്ലോ. ഇപ്പം എത്രയൊക്കെ പേടിക്കേണ്ട എന്ന് പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയിൽ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ഭീകരതയുണ്ടല്ലോ, അത് ഇപ്പോൾ എന്തെങ്കിലും അതിന് ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇപ്പോഴും ലൈക്ക് ആ ഒരു പണ്ടത്തെയും ഇപ്പോഴും അപേക്ഷിച്ച് ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മാമിന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു സെയിം ഇതാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ക്യാൻസർ വന്നപ്പോൾ പുറത്ത് പറയാൻ പാടില്ല ക്യാൻസർ ആണ് എന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് അത് ബാധിക്കും, അവരുടെ ഫ്യൂച്ചർ ബാധിക്കും എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാൻസർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഭയം കൂടുതലാണ്. ഏതൊരു ഡിസീസിനെക്കാട്ടും മേ ബി കമ്പാരിറ്റീവ്ലി ക്യാൻസർ നമുക്ക് കുറച്ചുകൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റുള്ള അസുഖത്തെക്കാൾ ഇപ്പോൾ നമുക്കൊരു മേജർ ആക്സിഡൻറ്റോ മറ്റോ വന്നാൽ ഇതിലും ഇതായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ക്യാൻസർ എന്ന് പറയുമ്പോൾ ചില ഫാക്ടേഴ്സാണ്, ലൈക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് വൈസും ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ അപ്പിയറൻസ്, അങ്ങനെ 2-3 ഫാക്ടേഴ്സിൽ നമ്മൾ ചിലപ്പോൾ വീണ് പോകുന്നതാണ്. അതായത് മെഡിസിൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മുടെ എന്താ പറയുക ഐബ്രോസ് അങ്ങനെ കംപ്ലീറ്റ് ഇതിങ്ങനെ പോവുകയാണല്ലോ മുടി തൊട്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. ഈവൻ ഐബ്രോസ്, ഐലാഷസ് എല്ലാം ഒരു ഹെയർ പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഐലാഷസ് വരെ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് എനിക്ക് ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിലാവാത്തൊരു രീതിയിലേക്ക്, അപ്പോൾ അതിൻ്റെ ഒരു ഭീകരതയാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസൊക്കെ കമ്പാരിറ്റീവിൽ എനിക്ക് തോന്നുന്നു ക്യാൻസറെക്കാട്ടും ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് വേറെ കുറേ ഇതുണ്ട്. ക്യാൻസർ ഒരിക്കലും ഒരു ലൈഫിൻ്റെ എൻഡല്ല. എനിക്കതിനെ ഫൈറ്റ് ചെയ്ത് ഞാൻ വരും എന്ന് തോന്നിയ ആ ഒരു മൊമെൻറ്റ്, ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതാണ് എൻ്റെ റിയാലിറ്റി, ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ഐ വിൽ ഫൈറ്റ് എന്ന് തോന്നിയ ആ ഒരു മൊമെൻറ്റ് എന്തായിരുന്നു? ഡെഫിനറ്റ്ലി നമ്മുടെ മക്കൾക്കും നമ്മുടെ പാർട്ട്ണർക്കും വേണ്ടിയിട്ടൊക്കെ. കാരണം ഇപ്പോൾ എന്താ പറയുക, നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഒരു ഇത് നമ്മുടെ ഒരു ആബ്സെൻസിൽ അവർ ആ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എനിക്ക് ഫസ്റ്റ് 2019 വരുമ്പോൾ എൻ്റെ ഇളയ മോള് തീരെ ചെറുതായിരുന്നു. അപ്പോൾ അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവളെന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ കരച്ചിൽ വന്ന ആളുടെ ഒച്ച പുറത്തേക്ക് വരില്ല. ആൾ ചുമ്മാ ഇങ്ങനെ തലങ്ങണിയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ സൗണ്ടും വലിയൊന്നുമല്ല, ആൾ കരയണമെന്ന് പോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോൾ ആളും ചെറുതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക്
തിരിച്ചു വരണം. അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ പാർട്ട്ണറുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചു വരണം എന്ന് ഒരു ഇത് തോന്നി. കാരണം അമ്മയില്ലാണ്ട് കുട്ടികൾ വളരുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഒരു ആവശ്യം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി എന്നുള്ള ഒരു ഇതിലാണ്. കാരണം സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏതൊരു ക്യാൻസർ രോഗിയോട് ചോദിച്ചാലും പറയും അവർ മരണമായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം ഡാം പെയിൻഫുള്ളാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ മരണം കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് മരണത്തിനോടൊരു കൊതിയാണ് സത്യം പറഞ്ഞാൽ. കാരണം പെയിൻ എന്ന് പറഞ്ഞത് അതിൻ്റെ എക്സ്ട്രീമാണ്. സോ ആ സമയങ്ങളിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനവിടെ ബച്ചനഗുഡിയിൽ ശ്രീശങ്കര ക്യാൻസർ ഹോസ്പിറ്റലായിരുന്നു. ഞാനവിടെ മേഴ്സിക്കൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം ആ പെയിൻ അത്രമാത്രമായിരിക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ നടക്കുന്ന. ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ച് പുറകെ നടന്നിട്ടുണ്ട്, ഡോക്ടർ എനിക്കത് പറ്റുന്നില്ല, എനിക്ക് കാരണം അത്രയും അത് ഓവർകം ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാനസികമായിട്ട് ഫസ്റ്റ് ആ ഒരു ആദ്യത്തെ പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ തളർന്നു പോകും. കാരണം ഒന്നാമത് നമ്മുടെ ലുക്ക് വൈസ് നമ്മൾ പോവുകയാണ്, പിന്നെ നമ്മുടെ ഹെൽത്ത് ആകെ നമ്മൾ അല്ലാണ്ടായി തീരുന്നൊരവസ്ഥയാണ് അവിടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവർ പുറകെ നടന്നിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ഡോക്ടർ പറഞ്ഞത് മാറ്റർ ഓഫ് ടൈം, ആ ഒരു സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും, നമ്മളൊന്ന് ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നാൽ മതി. ഈ ഒരു ക്യാൻസർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതുവരെ എല്ലാവരും മരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനൊരു കാലാവധി ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞാലും ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാവരും ജീവിക്കുന്നത് ഇപ്പോഴും. അപ്പം ക്യാൻസർ വന്നു കഴിയുമ്പോൾ ആ ഒരു ഹോപ്പ് നമുക്ക് നഷ്ടമാവുകയാണ്. നമുക്ക് അതായത് ചില ഡോക്ടേഴ്സ് പറയും ഇത്ര കാലാവധി വരെ പറയാറുണ്ട്. ആ ഒരു കേസിൽ അങ്ങനെ കേൾക്കുമ്പം ഉണ്ടാകുന്നൊരു ഫീൽ എങ്ങനെയാണ്? പിന്നെയും മുന്നോട്ട് ജീവിക്കാൻ ഉള്ള ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, പക്ഷേ ഐ വാസ് ലൈക്ക് ആ ഒരു ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പറയാം, എനിക്കിപ്പോഴും അത് എൻ്റെ ബ്രെയിനിലേക്ക് അക്സെപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ടൈം വന്നപ്പോൾ എനിക്കറിയാം. കാരണം ഇതിപ്പോൾ ഒരു സ്ഥലത്ത് വരുന്നത് പോലല്ല, എൻ്റെ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സ്പ്രെഡാണ്. സോ അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. കാരണം മരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു തരത്തിൽ രക്ഷപ്പെടലാണ്. നമ്മൾ ഈ പെയിനിൽ നിന്നും എല്ലാത്തിൽ നിന്നും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും പെയിൻഫുൾ പ്രൊസീജിയേഴ്സാണ് എന്താണെങ്കിലും. അപ്പോൾ അതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു രക്ഷപ്പെടലാണ്. അപ്പോൾ ആ കിട്ടിയ സമയം നമ്മൾ സന്തോഷമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു. ഞാൻ അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഒരു 3 ബുക്ക് ഈ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇറക്കി. അങ്ങനെ ചെയ്തു തീർക്കാനുള്ളതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഒന്നും ബാക്കി വെക്കേണ്ട. നമ്മുടെ ആ ഒരു ടൈം ലിമിറ്റ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്പാൻ ഏകദേശം നമുക്ക് മനസ്സിലായി തുടങ്ങിയ ആ ഒരു രീതിയിലേക്ക് ഞാൻ അങ്ങനെയാട്ടോ ചെയ്തത്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, കഴിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ കഴിച്ചു. ഇങ്ങനെ ബുക്ക് ഇറക്കണം, എൻ്റെ കവിതാ സമാഹാരമായിരുന്നു. അപ്പോൾ അത് ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അതിറക്കി. അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങ് തീർത്ത് വെച്ചു. ഇപ്പം നമ്മൾ ക്യാൻസർ വന്നതിന് ശേഷം ഇപ്പം ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ? ഫാമിലി സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റില്ല. ക്യാൻസറിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ കുറച്ച് ഫാക്ടേഴ്സാണ് അത്, അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണം, നമ്മുടെ ഫാമിലിയോ ആരെങ്കിലും ഒരാളായാലും മതി. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് വേണം. ഇത് രണ്ടും കൂടാണ്ട് നമ്മളൊരു മെൻ്റൽ ഒരു ഇത് വേണം. കാരണം ഇപ്പം നമുക്ക് ഫിനാൻഷ്യലി ഒന്ന് വീക്കാണെങ്കിലും നമ്മുടെ കൂടെ നിനക്കൊന്നും പറ്റില്ല, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെങ്ങനെ കയറിപ്പോരും, അവർക്ക് വേണ്ടിയെങ്കിലും കയറിപ്പോരും. ഇല്ല, ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി എല്ലാ ഒരു ഫാക്ടേഴ്സാണല്ലോ. ഇത് രണ്ടും ഉണ്ട്, പക്ഷെ നമ്മളൊന്നും മെൻ്റലി ഇല്ല, നമുക്ക് കയറിപ്പോരാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നാൽ അത് ഇതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു